ഹലോ എവരി വൺ, എൻ്റെ പേര് ജെൻസി ഷിജു. ഞാൻ റീസെൻ്റ് ഓസ്കി വിന്നറാണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു. അതിലുപരി മൈൻഡ് ട്രീ ടീമും എൻ്റെ പേപ്പർ വർക്ക് മുതൽ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തത് മൈൻഡ് ട്രീ ത്രൂ ആണ്. നമുക്ക് ഏത് ഡൗട്ട് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് പേപ്പർ വർക്ക്സിൻ്റെ എന്ത് കാര്യത്തിലും നല്ല ഇനിഷ്യേറ്റീവ് എടുത്ത് നല്ല സപ്പോർട്ട് തന്ന് ഞാൻ ഇവിടം വരെ എത്താനുള്ള ഒരു കാരണം മൈൻഡ് ട്രീ ആണ്. ഞാൻ പറയുന്ന ഡോക്യുമെൻ്റ് കൊടുക്കുന്നതല്ലാതെ വേറൊരു കാര്യത്തിനും അവരെന്നെ ബുദ്ധിമുട്ടിക്കുകയോ അങ്ങനെ ഒന്നും മെസ്സേജ് അയച്ച് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ അവരെനിക്ക് ചെയ്തു തന്നു. അതുപോലെ തന്നെ IQRൻ്റെ എക്സാം പാസ്സായി ഓസ്കിയുടെ ഡേറ്റ് എടുക്കാനാണെങ്കിലും പെട്ടെന്ന് തന്നെ അവർ ഇനിഷ്യേറ്റീവ് എടുത്ത് ആസ് സൂൺ ആസ് പോസിബിൾ ഉള്ള ഡേറ്റ് നമുക്ക് എടുത്തു തന്നു. പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി. അങ്ങനെ ഓസ്കി മെയ് 14 ഞാൻ എഴുതി. എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് ഇവിടുന്ന് ട്രെയിനിങ്ങിന് ഞാൻ ഓക്ലൻഡിൽ പോകുന്നതിന് മുമ്പ് വളരെയേറെ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഓൺലൈൻ ക്ലാസ് എനിക്ക് മര്യാദയ്ക്ക് കൂടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്താകും, അത് പഠിക്കാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ള പേടികളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ ആദ്യത്തെ 2 ദിവസം ജിജോയുടെ ക്ലാസ് ഉണ്ടായിരുന്നു, തിയററ്റിക്കൽ ക്ലാസ് ഉണ്ടായിരുന്നു. അത് നല്ല എഫക്റ്റീവായിരുന്നു. ഓരോ സ്റ്റേഷനെ കുറിച്ചും വളരെ എലാബറേറ്റ് ചെയ്ത് വിത്ത് എക്സാമ്പിൾസിലൂടെ എല്ലാം നല്ല രീതിയിൽ പറഞ്ഞു തരികയും അപ്പോൾ തന്നെ ഓരോ സ്റ്റേഷൻ കഴിയുമ്പോൾ ജിജോ തന്നെ ആക്ട് ചെയ്ത് ഒരു കാൻഡിഡേറ്റ് ആയിട്ട് നിന്ന് ഞങ്ങൾക്ക് നല്ല രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി അറിവ് ജിജോയിൽ നിന്ന് കിട്ടി. ജിജോയുടെ ടീച്ചിങ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം എവരി വൺ എന്ന് തന്നെ പറയാം. അതുപോലെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാകുന്ന രീതിയിലാണ് ജിജു ഞങ്ങൾക്ക് എല്ലാ ക്ലാസ്സും പറഞ്ഞു തന്നത്. ആദ്യത്തെ 2 ദിവസം തിയററ്റിക്കൽ ക്ലാസ് കഴിഞ്ഞ് ബാക്കിയുള്ള ദിവസങ്ങളിൽ ബുധൻ, വ്യാഴം, വെള്ളി 3 ദിവസം ഞങ്ങൾക്ക് പ്രാക്ടിക്കലായിരുന്നു. ആ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ ആദ്യം നമുക്ക് ചെയ്യുമ്പോഴുള്ള ടെൻഷൻ ഉണ്ട്. ആ ഒരു ടെൻഷൻ മാറ്റത്തക്ക രീതിയിൽ ജിജോയുടെ ടീം, അതായത് ജിജോ, ഡെൻസി, റെൻസ്, ഇവർ 3 പേരും നല്ല രീതിയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരികയും നല്ല രീതിയിൽ ആ ഒരു ട്രെയിനിങ് സെക്ഷൻ ഞങ്ങൾക്ക് പൂർത്തിയാക്കാനും കഴിഞ്ഞു. ഫസ്റ്റ് വീക്കിൽ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടാൻ അവർ ഞങ്ങളെ ഒത്തിരി സഹായിച്ചു. സെക്കൻഡ് വീക്ക് ആയപ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ സ്ട്രെസ് ഫ്രീ ആയിട്ട് കോൺഫിഡൻസോട് കൂടി ചെയ്യാനുള്ള എല്ലാ ട്രെയിനിങ്ങും ഞങ്ങൾക്ക് നല്ല രീതിയിൽ തരികയും ഞങ്ങളെ നല്ല കോൺഫിഡൻസോട് കൂടി എക്സാമിന് ഞങ്ങളെ ഒരുക്കുകയും ചെയ്തത് മൈൻഡ് ട്രീയും ജിജോയുടെ ടീമുമാണ്. അതുപോലെ തന്നെ ക്രൈസ്റ്റ് ചർച്ചിൽ ഞങ്ങൾ ചെന്നപ്പം അവിടെയും ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഫെസിലിറ്റിയും, നമുക്ക് ട്രെയിനിങ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റിയും ഒരുക്കി, ഞങ്ങൾക്ക് എല്ലാവിധമായ സൗകര്യങ്ങളും ഒരുക്കി ഞങ്ങൾക്ക് എക്സാമിനെ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്യുവാൻ ഞങ്ങളെ ജിജോ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അതുപോലെ തന്നെ അവിടുത്തെ അക്കോമഡേഷനും ഞങ്ങൾക്ക് 2 ഇടത്തും നല്ല അക്കോമഡേഷൻ ആയിരുന്നു. ഫുഡിൻ്റെ കാര്യത്തിലും അക്കോമഡേഷൻ്റെ കാര്യത്തിലും ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ എല്ലാ സഹായവും ചെയ്തത് മൈൻഡ് ട്രീ ആണ്. എടുത്തു പറയേണ്ട പേര് ജിജോ എന്ന് തന്നെയാണ്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ സപ്പോർട്ട്, ടീച്ചിങ് ആൻഡ് എവറിത്തിങ്, ആൻഡ് എസ്പെഷ്യലി യുവർ ടീം ആൾസോ. ദേ ആർ ആൾസോ ഡൂയിങ് എ വണ്ടർഫുൾ ജോബ്. ആൻഡ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോടും ഷെയർ ചെയ്തിട്ടുണ്ട്, ഷെയർ ചെയ്യും. ആർക്കൊക്കെ എക്സാമിൻ്റെ ഫിയർ ഉണ്ടോ, ഓസ്കി എഴുതാൻ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നോ, അവരെല്ലാവരെയും ഞാൻ മൈൻഡ് ട്രീയിലോട്ട് റെക്കമെൻഡ് ചെയ്യും. ജിജോയുടെ ഈ സപ്പോർട്ട് എല്ലാവരിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം തമ്പുരാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും താങ്ക് യു സോ മച്ച് ജിജോ ആൻഡ് ടീം.